നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മനോഹര മോനെ, ശരത് മോന്റെ അമ്മ വരുന്നുണ്ടേ. ഞാൻ ഇറങ്ങി ഓടണം. ഇത്തവണ വരുന്നത് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാ. ഏത് കല്യാണം? ആരുടെ കല്യാണം? നിത്യമോളുടെയും ശരത്തിന്റെയും കല്യാണം. വന്ന് വന്ന് എല്ലാം മറന്നുപോയോ മനോഹരേട്ടൻ? മനോഹര, ഇനി അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. നമുക്കതങ്ങ് നടത്താം. നീ എന്താ ഒന്നും പറയാത്തത്? എന്റെ അമ്മ കല്യാണം നടത്തണമെങ്കിൽ കാശ് വേണ്ടേ? ഇപ്പൊ എന്റെ കയ്യിൽ അതില്ലല്ലോ. നമുക്ക് ലളിതമായിട്ട് നടത്തിയ പോരേച്ചാ, ആർഭാടമൊന്നും വേണ്ടല്ലോ. എന്റെ മോടെ കല്യാണം എങ്ങനെ നടത്തണം, എന്ന് നടത്തണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ ശരത് ഭവനല്ല. എന്ത് വർത്താനം മനോഹരേട്ടൻ ഈ പറയുന്നേ? ആദ്യം പറഞ്ഞു കയ്യിൽ കാശില്ലാന്ന്. എന്നാ ചെറിയ തോതിൽ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞപ്പോ പറയുന്നു എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാന്ന്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കും മനോഹരേട്ട. അച്ഛനെന്തോ ഇഷ്ടക്കേടുണ്ടെന്ന് തോന്നി ഈ ബന്ധത്തിന്. ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറയണോ അച്ഛാ? ആരെ നിർബന്ധിച്ച് കല്യാണം കഴിക്കേണ്ട ഗതിയോടൊന്നും എനിക്കില്ല. അവന് ഇഷ്ടക്കേടൊന്നും ഇല്ല മോനെ. നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. മുത്തശ്ശി, അത് മറന്ന ഞാനല്ലല്ലോ, അച്ഛനല്ലേ. ശരി, കല്യാണം നമുക്ക് നടത്താം. ഒരു കല്യാണം ആകുമ്പോ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം ഞങ്ങൾക്ക് നിന്റെ വീടും ബന്ധുക്കളൊക്കെ ഒന്ന് കാണണം. എനിക്ക് ബന്ധുക്കളായിട്ടൊന്നും അടുപ്പമില്ലെന്ന് നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ശരിയാ, ശരത്തുമോൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പാർവതി, ഒരു കല്യാണം വരുമ്പോഴല്ലേ അറ്റുപോയ കണ്ണികളെയൊക്കെ കൂട്ടിച്ചേർത്തെടുക്കാൻ പറ്റൂ. ഒരുപാട് അംഗങ്ങളും ബന്ധുക്കളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലേക്ക് എന്റെ മോളെ പറഞ്ഞയക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു പറ്റിയ ആളാണോ ശരത് മോനെന്ന് എനിക്കറിയണമല്ലോ. അതെന്താ അച്ഛനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദ്യം വാക്ക് വരുമ്പോ ഇങ്ങനെയുള്ള കണ്ടീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മനുഷ്യനല്ലേ മോനെ, ഞാൻ പ്രായമായിട്ട് വരുമല്ലേ. അന്ന് അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നിക്കൂടുന്നൊന്നുമില്ലല്ലോ. അഭിപ്രായം ഇരുമ്പൊലക്കൊന്നും അല്ലല്ലോ. മനോഹര, മോശമാ നീ കാണിക്കുന്നത്. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഇപ്പൊ വാക്ക് മാറുന്നോ? എന്റെ അമ്മ, ഞാൻ വാക്കൊന്നും മാറ്റിയിട്ടില്ല. ചെറുക്കന്റെ വീടും ബന്ധുക്കളെയൊക്കെ കാണണമെന്ന് പറഞ്ഞത് ഒരു തെറ്റാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പ്രഭാവതി അമ്മ വരട്ടെ, ഞാനും പ്രഭാവതി അമ്മയായിട്ട് സംസാരിക്കാം. ഇതേ റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊന്നും അല്ലല്ലോ, കല്യാണോ. അതും പെണ്ണിന്റെ, എന്റെ മകളുടെ. എല്ലാ വശവും ആലോചിക്കേണ്ടി വരും. പെണ്ണിന്റെ അച്ഛനെന്ന നിലയിലേ എനിക്കത് ആലോചിക്കാനുള്ള അവകാശമുണ്ട്. ശരത്ത് മോൻ വിഷമിക്കണ്ട. ഇവനങ്ങനെ പലതും പറയും. നിശ്ചയിച്ചതൊന്നും നമ്മൾ മാറ്റുന്നില്ല. കല്യാണം നടന്നിരിക്കും. പ്രഭമോൾ എത്തിയല്ലോ. പ്രഭമോളെ, ഇരിക്ക്. ഞാൻ ചായ എടുക്കാം. വേണ്ട. എന്ത് തീരുമാനിച്ചു? വേഗം നടത്താൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. ഇനിയത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. മനോഹരൻ എന്താ ഒന്നും പറയാത്തത്? എനിക്ക് നിങ്ങളുടെ തറവാടും ബന്ധുക്കളൊക്കെ ഒന്ന് കാണണം. ബന്ധുക്കളൊന്നും ഞങ്ങൾക്കില്ല. അവരുമായിട്ടൊന്നും ഒരു ബന്ധവും വെച്ച് പുലർത്താതെയാ ഞങ്ങൾ ജീവിച്ചത്. എന്നാലും ഇടവിടെ കാണുമല്ലോ. ജനിച്ച സ്ഥലം അവിടെ തന്നെ കാണുമല്ലോ. അവിടെയൊക്കെ ഒന്ന് എനിക്ക് പോയി കാണണം. എന്തിന്? അതെന്താ നിങ്ങളറിയുന്നേ? പഴയൊരു വീടുണ്ടായിരുന്നു നാട്ടില്, അത് വിറ്റു കഴിഞ്ഞു.
അതിൽ നിന്ന് 30 ലക്ഷമാ ഗുണ്ടകൾ കൊണ്ടുപോയത്. അല്ല, വീട് വിറ്റുപോയാലും ബന്ധുക്കളൊക്കെ അവിടെ തന്നെ കാണുമല്ലോ. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത്? എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ചോദ്യം മോൻ എന്നോട് തന്നെ ചോദിക്കണം. മനോഹരേട്ടാ, ഇനി ഇതിൽ അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. നമ്മളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ. ആ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അത് നീ അല്ല തീരുമാനിക്കുന്നത്, ഞാനാ. തല ഇവിടെ ഇരിക്കുക, തല മുടിയില്ലാതെ. അപ്പം വാലിങ്ങനെ ആട്ടണ്ട. എനിക്കിവരുടെ ബന്ധുക്കളെയൊക്കെ കാണണം, സംസാരിക്കണം. എങ്കിലേ ഈ കല്യാണം നടക്കൂ. അമ്മ എഴുന്നേറ്റേ, നമുക്കൊന്ന് ആലോചിക്കാം. എന്നിട്ട് മതിയല്ല. ശരത്തുമോനെ വേണ്ട. ഇതിന്റെ പേര് അപമാനം എന്നാ മുത്തശ്ശി. അങ്ങനെ അപമാനം സഹിക്കേണ്ട ഗതിയോടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഛെ, എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാണല്ലോ എന്റെ ബന്ധുക്കളെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോ എനിക്കൊന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും. എന്നിട്ടൊരു തീരുമാനം അറിയിക്കാം. വാമേ വാം. ആ, ഒന്ന് നിന്നേ. ബന്ധുക്കളെ കണ്ടാൽ മാത്രം പോരാ. ശരത്ത് മോന്റെ സ്വത്ത് വിവരങ്ങളുടെ കൃത്യമായ കണക്കും എനിക്കറിയണം. ആസ്തി എത്ര, കടമെത്ര, എല്ലാം കൃത്യമായിട്ട് എനിക്കറിയണം. ആലോചിക്കുമ്പോഴേ അമ്മയും മോനോട് ഇതും കൂടെ ഒന്ന് ആലോചിച്ചേക്കണേ. എടാ മനോഹര, എന്തോ അവന് വേറെ പെണ്ണ് കിട്ടും. ഈ വീട്ടിലാണ് അവന്റെ താമസമെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അങ്ങനെയുള്ളപ്പോ നമ്മുടെ മോക്കൊരു ആലോചന വരാൻ പ്രയാസമാടാ. അതുകൊണ്ട് നീ ശരിക്കൊന്ന് ആലോചിക്ക്, എന്നിട്ട് മതി തീരുമാനം എടുക്കലും. അല്ല, നിങ്ങൾ എന്തിനാ ശരത്തിന്റെ സ്വത്തിനെ കുറിച്ച് ചോദിച്ചത്? പിന്നെ ചോദിക്കണ്ടേടി. എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നവനല്ലേ അവൻ. അവന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയാനുള്ള ബാധ്യത എനിക്കില്ലേ? എടാ, അത് അവനോടല്ല ചോദിക്കേണ്ടത്. പിന്നെ ആരോടാ ചോദിക്കണ്ടേ? ബന്ധുക്കളോട്, പരിചയക്കാരോട്, അതോ നാട്ടുകാരോട്? അല്ല, അതിനാണല്ലോ അവരെയൊക്കെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോ അവരെ ആരെയും പരിചയപ്പെടുത്തി തരാൻ അവന് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ദേഷ്യപ്പെട്ട ശരത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്താവോ എന്തോ. എന്താകാനാ? ഇവിടെ ഒന്നേ കല്യാണം വേണ്ടെന്നങ്ങ് തീരുമാനിക്കും. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പാർവതി. അവനേക്കാൾ യോഗ്യനായ ഒരുത്തനെ കൊണ്ട് എന്റെ നിത്യമോടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. അത് നിത്യമോക്കും കൂടെ സമ്മതം ആവണ്ടേ മനോഹര? അവളുടെ മനസ്സിൽ ശരത്തല്ലേ? പരിഹസിച്ചു. ഈ ചിരിയുടെ അർത്ഥമൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല.